ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ബ്രെഡ് കൊണ്ടുള്ള 2 തരം സാൻഡ്വിച്ചാണ്. ഇതിനകത്ത് നിറയെ വെജിറ്റബിൾസും അതുപോലെ തന്നെ മുട്ടയും ഞാൻ ചേർത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ ആദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത് എഗ് ടൊമാറ്റോ സാൻഡ്വിച്ചിൻ്റെയാണ്. അതിൻ്റെ റെസിപ്പി കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. ഞാനിവിടെ 4 മുട്ട പുഴുങ്ങാനിട്ടിട്ടുണ്ട്. ഇത് 2 സാൻഡ്വിച്ചിനും കൂടെ വേണ്ടിയിട്ടാണ് ഇത്രയും. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഇനി വേണ്ടത് ക്യാരറ്റ്, ഒരു ഒനിയൻ വേണം, ക്യാപ്സിക്കം വേണം. ക്യാപ്സിക്കം ഇത്രയും വേണ്ട, കുറച്ച് മതിയാവും. ഇപ്പം നമ്മൾ മുട്ട പുഴുങ്ങി അതിൻ്റെ തോടെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ തന്നെ നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നോക്കുമ്പോൾ അറിയാൻ കണ്ടോ, നന്നായിട്ട് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി 4 മുട്ടയും നമുക്കിതുപോലെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ പകുതി നമുക്ക് അടുത്ത പ്രിപ്പറേഷനാണ്. എഗ് ടൊമാറ്റോ സാൻഡ്വിച്ചിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ: ആദ്യം ടൊമാറ്റോ വേണം, ഒരു 1/2 കപ്പോളം മതിയാവും. ഇനി വേണ്ടത് ക്യാരറ്റാണ്. അത് ഞാൻ ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുത്തിട്ടുണ്ട്. അതും ഒരു 1/2 കപ്പ് എടുക്കണം. പിന്നെ വേണ്ടത് ക്യാപ്സിക്കം നമ്മൾ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞാണ്. ടൊമാറ്റോയും ക്യാപ്സിക്കവും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് സവാളയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഇനി നമ്മൾ നേരത്തെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയാണിത്. ഇത്രയുമാണ് നമ്മൾ ആദ്യത്തെ സാൻഡ്വിച്ചിന് എടുക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 1 ടീസ്പൂൺ മതിയാവും. അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ചേർക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയാണ്. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് പൂർണ്ണമായിട്ടും വേവണമെന്നില്ല. ഒരു 80% മാത്രം എന്തായാലും മതി. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് സോസ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഉപ്പ് നമ്മളിപ്പം അധികം ഇടരുത്, കുറച്ചിട്ടാൽ മതി. ഇപ്പോൾ ഒരുവിധം എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ക്യാപ്സിക്കവും ടൊമാറ്റോ ഒന്നും ഉടഞ്ഞു പോവേണ്ട. നമ്മളിതിൽ എരിവിന് വേണ്ടി ചേർക്കുന്നത് ചതച്ച മുളകാണ്. 1 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. അതും കൂടി എല്ലാ വെജിറ്റബിൾസിൻ്റെയും കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. ഞാനിവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ ആദ്യം വെജിറ്റബിൾസ് വഴറ്റുമ്പോൾ ഉപ്പ് ചേർക്കുന്നത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ചേർക്കുക. ഇതിന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മുട്ട അടുപ്പിൽ വെച്ച് നമ്മൾ പിന്നീട് ഇത് ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം വഴറ്റിയെടുത്ത് സോസും ചേർത്തതിന് ശേഷം മുട്ട അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഇപ്പം നമ്മുടെ മിക്സ്, ആദ്യത്തെ സാൻഡ്വിച്ചിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഒരു സ്ലൈസിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത മിക്സ് നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. എത്ര അളവെന്നൊന്നും ഞാൻ പറയുന്നില്ല. നന്നായിട്ട് നമുക്ക് ആവശ്യത്തിന് ലൈറ്റ് ലെയറായിട്ട് മതിയെങ്കിൽ അങ്ങനെ, കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. കാരണം ഇതിൽ നിറയെ വെജിറ്റബിൾസ് ഉണ്ട്, അതുപോലെ തന്നെ മുട്ടയും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് വെച്ചതിന് ശേഷം മറ്റേ സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് അതിലേക്ക് വെച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, കാരണം അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതിയെങ്കിൽ അങ്ങനെ. നെയ്യ്ക്ക് പകരം ബട്ടറാണ് ഇഷ്ടമെങ്കിൽ ബട്ടറാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി.
ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾ തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും ടോസ്റ്റ് ചെയ്യില്ല, പെട്ടെന്ന് അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് തന്നെ രണ്ട് സൈഡും ഒന്ന് ക്രിസ്പിയാക്കി നമുക്ക് എടുക്കണം. ഇതാ ഇപ്പോൾ രണ്ട് സൈഡും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ടോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കത് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അതായത് ത്രികോണ ഷേപ്പിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ രണ്ട് സെറ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ ഇരിക്കും. അകത്തെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്, പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത് നമ്മൾ എഗ് മയോ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതിന് കുറച്ച് ക്യാബേജ് വേണം, ക്യാരറ്റ്, ഇനി വേണ്ടത് സവാള, പിന്നെ കുറച്ച് കോൺ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ നേരത്തെ എടുത്ത മുട്ട. ഒരു ബൗളിലേക്ക് ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ച് ക്യാബേജ് എടുത്ത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റാണ്. ഇനി വേണ്ടത് ചോളം, ഇത് ഫ്രോസൺ ആണ്. ഇനി നമുക്ക് മുട്ടയും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഗ്രേറ്റ് ചെയ്തെടുത്ത മുട്ടയാണ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സാൻഡ്വിച്ചിൽ നമ്മൾ എല്ലാ വെജിറ്റബിൾസും ഒരു ഏകദേശം കുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മളെല്ലാം വേവിക്കാതെ തന്നെയാണ് നമ്മുടെ വെജിറ്റബിൾസ് നമ്മൾ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ എരിവിന് നമ്മൾ ചേർക്കുന്നത് കുരുമുളകാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മയണൈസ് ചേർക്കുമ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ട് മയണൈസ് ചേർക്കരുത്. കാരണം നമുക്ക് പിന്നെ ആവശ്യത്തിന് മയണൈസ് ചേർത്ത് കഴിഞ്ഞ് വെച്ചേക്കാൻ കൊള്ളില്ല മിക്സ്. അതുകൊണ്ട് ആവശ്യത്തിന് ഉണ്ടാക്കുന്ന അനുസരിച്ച് നമ്മൾ കുറച്ച് മിക്സ് എടുത്ത് മാറ്റി അതിൽ മാത്രം മയണൈസ് ചേർക്കുക. ഞാനിപ്പം 2 സ്ലൈസ് എടുത്തിട്ടാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിന് മാത്രമുള്ള മിക്സ് ഞാൻ എടുത്ത് മാറ്റി വെച്ച് അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കാം. മയണൈസ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ബാക്കി മിക്സ് നമുക്കെടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ ആവശ്യത്തിന് എടുക്കാൻ പറ്റും. പിന്നീട് ഇത് മയണൈസ് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മയണൈസ് ചേർത്തിട്ട് നിങ്ങൾ ഒരിക്കലും കുറേ നേരം വെച്ചേക്കരുത്. ഇനി ഞാനിവിടെ 2 സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് സൈഡിലുള്ള ബ്രൗൺ കളർ എല്ലാം മാറ്റി കളയണം. അതെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. വൈറ്റ് പോർഷൻ മാത്രമായിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ബ്രെഡിൻ്റെ സ്ലൈസസ് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്ലൈസിൻ്റെ മുകളിലേക്ക് നമ്മൾ മയണൈസിൻ്റെ മിക്സ്, വെജിറ്റബിൾസും മുട്ടയും മയണൈസും എല്ലാം കൂടി ചേർത്ത മിക്സാണിത്. അത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് തന്നെയാണ്. ഇനി നമ്മൾ അതിന് മുകളിലേക്ക് മറ്റേ സ്ലൈസും കൂടി വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്കിത് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച്, എഗ് മയോ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് ഞാൻ തന്നിട്ടുള്ള 2 റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്.